നമസ്കാരം എല്ലാവർക്കും. ഷാഫി ദ ട്രാവലർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് ഓങ്ങല്ലൂർ പാറപ്പുറം എന്ന് പറയുന്ന പ്രദേശത്താണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. നിരവധി യാത്രക്കാരുമായിട്ട് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഒരു രാത്രിയിൽ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അപകടത്തിൽപ്പെട്ട ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു ഫ്ലൈറ്റ് അവർ സ്ക്രാപ്പായിട്ട് വാങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് ദിവസങ്ങളായിട്ട് ലോറിയിൽ വാഹനത്തിൽ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രവാസിയാണ് എങ്കിലും നിരവധി തവണ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരുണത്തിൽ ഒരു മൃഗീയമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ഒരു കാഴ്ച കാണുന്നത് വളരെ ചങ്ക് പൊട്ടിപ്പോയി. അത്ര ഭീകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കോക്പിറ്റാണ് ഈ കാണുന്നത്. ഇതാണ് അതിൻ്റെ പൈലറ്റുമാർ നിയന്ത്രിച്ചിരുന്ന, പൈലറ്റുമാർ ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ലിവർ എന്ന് പറയുന്നത്. അതുപോലെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ ഒരു കോക്പിറ്റ് ഉണ്ട്. രണ്ട് സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നിശേഷം തകർന്നുകൊണ്ട് നിരവധി യാത്രക്കാരുടെ സ്വപ്നങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായിട്ടുള്ള ഒരു ക്രാഷ് ലാൻഡിംഗ് ആയിരുന്നു കാലിക്കറ്റ് എയർപോർട്ടിൽ അന്ന് സംഭവിച്ചത്. അതിൻ്റെ കരളലിയിപ്പിക്കുന്ന കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. തകർന്നു വീണ എയർ ഇന്ത്യ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കരികിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എനിക്ക് പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ലിവറുകളും അതേപോലെ തന്നെ അതിൻ്റെ മറ്റ് സ്വിച്ചുകളും എല്ലാം കാണുന്നുണ്ട്. പൈലറ്റുമാർ നിയന്ത്രിക്കുന്ന ഒരു കൺട്രോളർ ആണ് ഈ കാണുന്നത്. അതിൻ്റെ എല്ലാ സ്വിച്ചുകളും വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇതിൻ്റെ അകത്തിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പൈലറ്റുമാർ ഇരിക്കുന്ന ക്യാബിൻ. ഈ ക്യാബിൻ്റെ ഉള്ളിലാണ് രണ്ട് പൈലറ്റുമാരുണ്ടാവുക, അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മളൊക്കെ ഒരു പ്രവാസികളാണ്, ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഫ്ലൈറ്റ് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നിശേഷം തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ്. പൈലറ്റുമാരുടെ മാസ്ക് ഉൾപ്പെടെ അന്ന് ആ അപകടം സംഭവിച്ചപ്പോൾ ഉള്ള മാസ്കുകൾ, എല്ലാ സംഗതികളും ഇതിനകത്ത് കിടക്കുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനം അപകടത്തിൽപ്പെട്ട ആ ഒരു കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. നിരവധി യാത്രക്കാരുടെ സ്വപ്നങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി, ഒരു ദിവസം കൊണ്ട് തകർന്ന് തരിപ്പണമായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് കോക്പിറ്റ്. ആ പൈലറ്റ് അന്ന് എത്രമാത്രം അലർട്ടായിരുന്നിരിക്കണം ഇതിൻ്റെ ഓരോ കാര്യങ്ങളും തിരിക്കുമ്പോഴും, അതുപോലെ തന്നെ ഈ കോക്പിറ്റ് പിടിച്ച് തിരിക്കുമ്പോഴൊക്കെ അയാൾക്ക് എന്തുമാത്രം പ്രതീക്ഷ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു വൈകുന്നേരം സമയത്ത് ടേബിൾ ടോപ്പ് റൺവേ എന്ന് പറയും കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിന്. ആ എയർപോർട്ടിൻ്റെ പരിസരങ്ങളെ ഒന്നാകെ പിടിച്ച് ഉലക്കിക്കൊണ്ട് പൈലറ്റിൻ്റെ പ്രതീക്ഷകൾക്ക് അപ്പുറം, ആ കാഴ്ചകൾക്ക് അപ്പുറം അത് ഇതുപോലെ ചിതറിക്കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയുണ്ടായി. വിമാനത്തിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലാൻഡിംഗ് സിസ്റ്റം, ലാൻഡിംഗ് ഗിയർ ഉൾപ്പെടെ ഇതിൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, അങ്ങനെ പല സ്വിച്ചുകൾ, അങ്ങനെ എന്ന് വേണ്ട ക്യാബിൻ്റെ ഉൾവശമാണ്, പൈലറ്റ് ഇരിക്കുന്നതിൻ്റെ ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. അന്ന് എന്തുമാത്രം പ്രതീക്ഷയോടെ വളരെ സേഫ്റ്റി ആയിട്ട് ലാൻഡ് ചെയ്യാൻ കഴിയും എന്ന പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തന്നെ ഒറ്റ രാത്രി കൊണ്ട് തകർന്ന് തരിപ്പണമായിട്ടുള്ള ഒരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്ക് പറ്റുകയുണ്ടായി. അതിൻ്റെ ടയറാണ് നിങ്ങൾ ഈ കാണുന്നത്. വിമാനത്തിൻ്റെ ടയർ, വലിയ ടയറുകളാണ് വിമാനത്തിൻ്റെ. അതിവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ കരളലിയിപ്പിക്കുന്ന കാഴ്ചകൾ. എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടിട്ട് അന്ന് കോഴിക്കോട് എയർപോർട്ടിൽ, അന്ന് ആ ഭാഗത്ത് എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ നിരവധി അവിടെ ഓടിയെത്തുകയുണ്ടായി. നിരവധി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. ആ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം കുറച്ച് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ എല്ലാം അവിടെ നടക്കുകയുണ്ടായി. ഇതിൻ്റെ എൻജിൻ ഭാഗമാണ് നിങ്ങളീ കാണുന്നത്. വളരെ ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. എൻജിൻ്റെ എല്ലാ വശങ്ങളും ഇവിടെ നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉൾഭാഗമാണ് ഈ കാണുന്നത്.
നിരവധി വയറുകളും അതുപോലെ തന്നെ നിരവധി ആയ സ്വിച്ചുകളും ലാൻഡിംഗ് ഗിയർ സംബന്ധമായിട്ടുള്ള എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. പൈപ്പുകൾ. ഒരുപാട് യാത്രക്കാരുടെ സ്വപ്നങ്ങളാണ് അന്ന് ഈ ഒരൊറ്റ അപകടത്തിൽ തകർന്നത്. ആ ഫ്ലൈറ്റ് അതുപോലെ തന്നെ ഇവരിവിടെ വാങ്ങിയിരിക്കുകയാണ്. ഈ കിടക്കുന്നതാണ് അതിൻ്റെ അവശിഷ്ടങ്ങൾ. അതിൻ്റെ ടയറാണ് ഈ കാണുന്നത്. അത്യാവശ്യം ഞാൻ തന്നെ നിന്ന് കഴിഞ്ഞാൽ വളരെയധികം ഉയരമുള്ള ഒരു ടയറാണ്. നിരവധി വട്ടം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരുണത്തിലൊരു കാഴ്ച ഈ ഫ്ലൈറ്റിൻ്റെ അവസ്ഥ കാണുന്നത് ആദ്യമായിട്ടാണ്. വല്ലാതെ കരളലിയിപ്പിക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തുമാത്രം സ്വപ്നങ്ങളുണ്ടായിരുന്നിരിക്കാം ഇതിൽ യാത്ര ചെയ്ത ആളുകൾക്ക്. ആ സ്വപ്നങ്ങളെല്ലാം തന്നെ ഒരൊറ്റ രാത്രി കൊണ്ട് കരിഞ്ഞ് ഇല്ലാതായി അങ്ങനെ കിടക്കുന്ന ഒരു ഫ്ലൈറ്റാണ്. നിരവധി യാത്രക്കാർ കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും വീടണയാം എന്ന സ്വപ്നത്തിൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് യാത്ര ചെയ്തിട്ടുള്ള ഒരു അവസ്ഥ. അപ്പോൾ സംഭവിച്ചത് അവസാനം ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത്. പൈലറ്റിൻ്റെ റൂമിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. നമുക്ക് അതിലേക്ക് കയറാനൊരു വഴികൾ കാണുന്നു. അപ്പോൾ ഈ കാഴ്ച എല്ലാവരും കണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്. ക്യാബിനിലേക്ക് പോകുന്ന വഴിയാണ് ആ കാണുന്നത്.